നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഡാഡി പറഞ്ഞത് സത്യം തന്നെയാ. പാർവതി ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ കമ്പനിയിൽ വരാൻ തുടങ്ങിയത്. പക്ഷേ എനിക്ക് ഈ കമ്പനിയോട് ഒരു ആത്മാർത്ഥത ഇല്ലാന്ന് ഡാഡി പറഞ്ഞില്ലേ, അത് തെറ്റാ. ആത്മാർത്ഥമായിട്ട് തന്നെയാ ഞാൻ ഈ കമ്പനിയിൽ ജോലി ചെയ്തത്. നിനക്ക് ഈ സ്ഥാപനത്തിനോട് ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ അത്രയും ലേബേഴ്സിനെ കൂട്ടി നീ പാർവതിയുടെ നാട്ടിൽ പോകില്ലായിരുന്നു. ഞാൻ, പ്രിയൻ, മോഹൻ, ജയന്തി, സൗന്ദര്യ ഇത്രയും പേരെ പാർവതിയുടെ കൂടെ പോയത്. 3 ബ്ലോക്കിലും കൂടി 110 ജോലിക്കാരുണ്ട്. അവർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ കരുണാകരനുണ്ട്, അരവിന്ദുണ്ട്. എന്നിട്ടും ഈ കമ്പനിക്ക് ലോസ് ഉണ്ടായത് എന്റെ കുഴപ്പം കൊണ്ടാണോ ഡാഡി? അവര് കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നുള്ള വിശ്വാസത്തിലല്ലേ ഞാൻ പോയത്. തെറ്റ് ചെയ്തിട്ട് എന്നെ ന്യായീകരിക്കുന്നു. പ്രൊഡക്ഷനിൽ 110 പേരുണ്ടെന്ന് നീ പറഞ്ഞു. അതിൽ 5 പേരുടെ വിടവ് നികത്തണമെന്ന് നീ അവരെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണോ പോയത്? ഡാഡി, അല്ല. ആ സമയത്ത് പ്രൊഡക്ഷനെ കുറിച്ചുള്ള ചിന്ത പോലും ഉണ്ടായിരുന്നില്ല നിനക്ക്. പാർവതിയുടെ കൂടെ പോകണം, അത് മാത്രമായിരുന്നു നിന്റെ ചിന്ത. പ്രൊഡക്ഷൻ നടന്നാലും ഇല്ലെങ്കിലും നിനക്കൊരു കുഴപ്പമില്ല. അതായിരുന്നു നിന്റെ മാനസികാവസ്ഥ. നമുക്ക് എന്തും ചെയ്യാം, പക്ഷേ അത് നമ്മുടെ നിലനിൽപ്പിനെ ബാധിക്കില്ലെന്ന് ആദ്യം ഉറപ്പുവരുത്തണം. നമ്മളെ സ്നേഹിക്കുന്നവരെ വിഷമിപ്പിക്കില്ലെന്ന് ഉറപ്പുവരുത്തണം. നീ അതൊന്നും ചെയ്തില്ല. നിന്റെ സന്തോഷം മാത്രമേ നോക്കിയുള്ളൂ. നിന്റെ എടുത്തിയാട്ടം കാരണം കമ്പനിക്കുണ്ടായ നഷ്ടം 1 കോടി രൂപ. നല്ലൊരു ക്ലയന്റ്. അതെന്റെ മനസ്സിനുണ്ടാക്കിയ വിഷമം അത് വേറെ. ഇതൊക്കെ നിന്റെ മമ്മി അറിഞ്ഞാൽ അവൾക്ക് സഹിക്കാൻ കഴിയുമോ? കമ്പനിയെക്കാളും നിനക്ക് വലുത് പാർവതിയാണെന്ന് സീത അറിഞ്ഞാലുള്ള അവസ്ഥ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നീ പാർവതിയുടെ നാട്ടിൽ പോയത് അവൾ അറിഞ്ഞിട്ടില്ല. ബിസിനസ് മീറ്റിംഗിന് പോയതാണെന്നാ അവൾ ഇപ്പോഴും വിശ്വസിച്ചിരിക്കുന്നത്. ആ 5 ദിവസത്തിനിടയിൽ ഒരിക്കലെങ്കിലും നീ അവളെ വിളിച്ച് സുഖവിവരം അന്വേഷിച്ചിട്ടുണ്ടോ? അവൾക്ക് ഒരുപാട് അസുഖങ്ങളുള്ളതല്ലേ. ഒരു തവണയെങ്കിലും നീ വിളിച്ച് അന്വേഷിച്ചോ? ഒരു തവണയെങ്കിലും നീ നിന്റെ മമ്മിയെ ഓർത്തിരുന്നോ? മമ്മിയെക്കാളും വലുതാണോ നിനക്ക് നിന്റെ പ്രേമം? കുറച്ചു മുമ്പ് പറഞ്ഞത് തന്നെയാ എനിക്കിപ്പോഴും നിന്നോട് പറയാനുള്ളൂ. നിന്നോടുള്ള എന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു. നിനക്ക് പോവാം. ഡാഡി, ഞാൻ പോവാനല്ലേ പറഞ്ഞത്? എനിക്ക് വേറെ ജോലിയുണ്ട്. പതിനേഴാം തീയതിക്ക് ഞാൻ കൺസൈൻമെന്റ് അയക്കും. 1-ാം തീയതിക്ക് മുമ്പായി സാറിന് ഡെലിവറി എടുക്കാൻ കഴിയും. ഓക്കെ സാർ. താങ്ക് യു സാർ. താങ്ക് യു. ഡേ ബ്രവാ. എന്താ സർ? എന്താ കയ്യില്? കോഫി. ആർക്കത്? അത് കൈലാഷ് സാറിന്. സാർ എന്തിനാ ഇത് തട്ടിത്തെറിപ്പിച്ചത്? കൈലാഷിന് കോഫി കൊടുക്കാനും കൈലാഷിന്റെ ക്യാബിനിൽ വിളക്കൊളുത്താനും അല്ല ഞാൻ നിന്നോട് ജോലിക്ക് വെച്ചിരിക്കുന്നത്. ഓരോ ദിവസം നീ ഏതൊക്കെ ജോലിയാ ചെയ്യേണ്ടെന്ന് നീ എന്നോട് വന്ന് ചോദിക്കണം. ഞാൻ പറയും ആ ജോലിയാ നീ ചെയ്യേണ്ടത്. മനസ്സിലായാ? കൈലാഷ് സാറിന് കോഫി കൊടുക്കേണ്ടതും എന്റെ ജോലിയല്ലേ സർ? ആയിരുന്നു ഇന്നലെ വരെ. ഇന്നു മുതൽ അത് നിന്റെ ജോലിയല്ല. ഞാൻ പറയുന്നത് മാത്ര ഇനി നീ ചെയ്യേണ്ടത്. ഞാൻ പറയുന്നത് മാത്രം. കൈലാഷിന് ചായയോ കോഫിയോ കൊണ്ടു കൊടുക്കാൻ പാടില്ലെന്ന് മാത്രമല്ല, കൈലാഷിന്റെ ക്യാബിന്റെ പരിസരത്ത് പോലും നീ ഇനി പോവാൻ പാടില്ല. എന്റെ കണ്ണ് വെട്ടിച്ച് നീ കൈലാഷിന്റെ ക്യാബിനിൽ പോയിന്ന് ഞാൻ അറിഞ്ഞ നിന്റെ 2 കാതിലും ഞാൻ ക്ലിപ്പിട്ട് നീ മറന്നിട്ടില്ലല്ലോ. അതുപോലെ വീണ്ടും ഞാൻ ക്ലിപ്പിടും. അന്നിട്ടതുപോലെ ഓരോ കാതിലും ഓരോ ക്ലിപ്പല്ല, 10 ക്ലിപ്പ് വീതം. നീ സ്വർഗം കാണും.
അവൾക്ക് ചോദിക്കാനും പറയാനും ആളുണ്ടെന്ന് കരുനാഗത്തിന് മനസ്സിലാക്കി കൊടുത്തിട്ട് എന്നെ കാര്യം. ഇയാളെ ഇന്ന് ഞാൻ നിക്ക്. പാറുവിനെ വിരട്ടിയ നീ ഇടപെടുമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ അയാൾ അവളെ വിരട്ടുന്നത്. നിന്നെ ഇവിടുന്ന് പുറത്താക്കാൻ അയാൾ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കുക. അയാളുടെ ട്രാപ്പിൽ നീ അറിഞ്ഞുകൊണ്ടുപോയി ചാടരുത്. പുറത്താക്കുന്നെങ്കിൽ പുറത്താക്കട്ടെ. ഇതൊന്നും സമ്മതിച്ചു കൊടുക്കാൻ ഇനി പറ്റില്ല. എടാ പ്രിയ,